ഗുഡ്വിൽ പാചകത്തിന്റെ പുതിയ എപ്പിസോഡിലോട്ട് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നു ഫിഷ് ആൻഡ് ചിപ്സ്. ഇത് നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ തയ്യാറാക്കുന്ന ഒരു ഡിഷാണ്. ഇത് കോണ്ടിനെന്റൽ ഡിഷാണ്. ഇതിനാണ് നമ്മൾ എടുത്തിരിക്കുന്ന ഫിഷ് എന്ന് പറയുന്നത് ഐക്കൂറയാണ്. ഐക്കൂറ മുള്ളു കളഞ്ഞ് എടുത്തു വെച്ചിരിക്കുകയാണ്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. നമുക്കെന്നാ പാചകത്തിലേക്ക് കിടക്കാം. ഫിഷ് ആൻഡ് ചിപ്സിന് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമ്മൾ ഒരു 10 പീസ് ഐക്കൂറ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണം, ഒരു മുട്ട വേണം, നാരങ്ങ വേണം, ബ്രെഡ് ക്രംസ് വേണം, ഫ്രഷ് ചില്ലി വേണം. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മൾ ഫ്രഞ്ച് റൈസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഫ്രഞ്ച് റൈസ്, ബോയിൽഡ് വെജിറ്റബിൾസ്. മസാലയായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഉപ്പ്, മഞ്ഞൾപ്പൊടി, ബ്ലാക്ക് പെപ്പർ. എന്നാൽ നമുക്ക് തുടങ്ങിയാലോ? ആദ്യമായിട്ട് നമുക്ക് ഫിഷ് ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ ബ്ലാക്ക് പെപ്പർ, ഒരു പിഞ്ച് ഫ്രഷ് ചില്ലി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു നാരങ്ങ ഫുള്ള് പിഴിഞ്ഞൊഴിക്കാം. ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഒരു മുട്ട ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം. ഫിഷ് എടുത്ത് നമുക്ക് മസാല മുക്കി വെക്കാം. ഫിഷ് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 20 മിനിറ്റ് നമ്മൾ റെസ്റ്റിന് വെക്കുകയാണ്. ആ സമയത്ത് നമുക്ക് എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഫ്രഞ്ച് ഫ്രൈസ് ഇട്ടെടുക്കാം. ഫ്രഞ്ച് ഫ്രൈസ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് സ്ട്രെയിനിലോട്ട് മാറ്റാം. നമുക്ക് ഈ ഫിഷ് ഒന്ന് ബ്രെഡ് ക്രംസിൽ മുക്കി എടുക്കാം. എണ്ണ അത്യാവശ്യം നല്ല ചൂടി കിടക്കുകയാണ്. നമുക്കതിലേക്ക് ഫിഷ് ഇട്ട് കൊടുക്കാം. ഇതൊരു പ്രത്യേക ടേസ്റ്റാണ് ഇതിന്. നിങ്ങൾ കഴിച്ചിട്ടില്ലെങ്കിൽ ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫിഷ് ഒരു സൈഡ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഫിഷ് നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റി വെക്കാം. ഫിഷും ചിപ്സും റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലോട്ട് സെറ്റ് ചെയ്യാം. ബോയിൽഡ് വെജിറ്റബിൾസ് കൂടെ ഇതിൻ്റെ കൂടെ വെച്ച് കൊടുക്കാം. ഇത് കംപ്ലീറ്റ് ഒരു മീലാണ്. ഇത് കഴിച്ചാൽ നമുക്കൊരു സമയത്തെ ആഹാരമായി. ഫിഷ് ആൻഡ് ചിപ്സ് റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് സാന്ദ്ര വരുന്നുണ്ട്. സാന്ദ്രയോട് ചോദിച്ചു നോക്കാം. കൊള്ളാം. മയണൈസ് കൂട്ടി കഴിക്കുമ്പോഴും മയണൈസ് ഇല്ലാതെ കഴിക്കുമ്പോഴും അടിപൊളിയാണ്. സൂപ്പർ. ഞാൻ സാധാരണ മീൻ വറുത്തത് കഴിച്ചിട്ടുണ്ട്, പക്ഷേ ഇതുപോലെ ഉണ്ടാക്കി കഴിച്ചിട്ടില്ല. പക്ഷെ ഇത് അടിപൊളിയായിട്ടുണ്ട്. ഇത് വൈകുന്നേരം നമുക്ക് പിള്ളേർക്കൊക്കെ സ്നാക്സൊക്കെ ആയിട്ട് കൊടുക്കാനായിട്ട് അടിപൊളിയാണ്. അവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം. സൈനിങ് ഓഫ് ടിജോ ഫ്രം ഗുഡ്വിൽ പാചകം.